അഴിമതി വിരുദ്ധ പോരാട്ടവുമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടിയും അതിൻ്റെ നേതാവ് അരവിന്ദ് കെജ്രിവാൾ. അണ്ണാ ഹസാരെ എന്ന ഒരു അഴിമതി വിരുദ്ധ മുഖത്തെ മുന്നിൽ നിർത്തി ആ, ഇന്ത്യയിലെ അക്കാലത്ത് ഉയർന്നു വന്ന ആ വലിയ അഴിമതികളെ നേരിട്ട് വലിയ സമരങ്ങൾ ചെയ്ത് രംഗത്ത് വന്നയാളാണ് അരവിന്ദ് കെജ്രിവാളും. പിന്നീട് അരവിന്ദ് കെജ്രിവാൾ രൂപീകരിച്ച ആം ആദ്മി പാർട്ടി. ചൂലാണ് അവരുടെ ചിഹ്നം. ഇന്നിതാ ആ അഴിമതി വിരുദ്ധ പാർട്ടി നിരവധി അഴിമതി ആരോപണങ്ങളിൽപ്പെട്ട് അതിൻ്റെ സ്ഥാപകനായ അരവിന്ദ് കെജ്രിവാൾ പോലും ജയിലിൽ കഴിഞ്ഞു. ഇപ്പോൾ അദ്ദേഹത്തിന് പിന്നീട് ജാമ്യമൊക്കെ കിട്ടിയെങ്കിലും ഈ ആം ആദ്മി പാർട്ടിക്ക് മേൽ വീണ കളങ്കം അത് മായ്ച്ചു കളയാൻ ആർക്കും പറ്റി. ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ആം ആദ്മി പാർട്ടി പിളർന്നിരിക്കുന്നു. ഡൽഹി കോർപ്പറേഷനിൽ 13 കൗൺസിലർമാരാണ് രാജിവെച്ച് പുതിയ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നത്. എന്താണ് സാർ ആം ആദ്മി പാർട്ടിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആം ആദ്മി പാർട്ടി കേരള കോൺഗ്രസ് ആയി തുടങ്ങുകയാണ്, വളർന്നു വന്നുകൊണ്ടിരിക്കുക. അതായത് വളരും തോറും പിളരും തോറും വളരും. അതെ അതെ. ഈ ഇവരാദ്യം തൊപ്പിയൊക്കെ വെച്ച് ചൂലുമായിട്ട് വന്നപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പ്രത്യേകതയായിരുന്നു. അതെ, കാണാനും ഒരു കൗതുകം. നമ്മൾ സാധാരണ പറയാറുള്ളത് തോറ്റു തൊപ്പി കിട്ടുമെന്ന് പറയാറുണ്ട്. ഇത് തൊപ്പി വെച്ചതിന് ശേഷം വിജയത്തിലേക്ക് കയറി. വലിയ കുതിപ്പല്ലായിരുന്നോ? അതെ, ഡൽഹി തൂത്തുവാരി. അതെ, ഡൽഹി ഭരണം പിടിച്ചു. പിന്നെ കേരളത്തിൽ വന്ന് എനിക്ക് തോന്നുന്നു രാജഗോപാൽ മത്സരിക്കുന്ന സമയത്താണ് ആം ആദ്മിയുടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. 2014. ഒരു ചെറിയൊരു ചലനം ഉണ്ടാക്കി തിരുവനന്തപുരത്തും. പിന്നെ ഇവിടെ എല്ലാം അടിച്ച് പിരിഞ്ഞു പോയി എന്നുള്ളതാണ്. അവിടെയൊക്കെ പൊട്ടിത്തെറിക്കുന്നതിന് ഇവിടെ പൊട്ടിത്തെറിച്ചു. പിന്നീട് ഡൽഹി കഴിഞ്ഞ് പഞ്ചാബിലോട്ട് കയറിയില്ലേ? അതെ. പിന്നെ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഒക്കെ ഗോവ അവർക്ക് ഈ ഡൽഹിയും ഒക്കെ പോലെ ഒരു നോട്ടമായിരുന്നു. ഗോവ ചെറിയ സംസ്ഥാനമാണല്ലോ, അതെ, പിടിച്ചെടുക്കാൻ എളുപ്പമാണ്. BJPക്ക് അത് അപ്രാപ്യമായിട്ടുള്ള ഇടമാണ് എന്നൊക്കെ. കാരണം ഈ ക്രൈസ്തവ വിഭാഗം കൂടുതലുള്ള ഇടവും കൂടിയാണ്. പക്ഷേ അത് BJP അവിടെ പൊന്നുപോലെ നോക്കുന്ന ഒരു സംസ്ഥാനമാണ്. നമ്മുടെ പഴയ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, മനോഹർ പരീക്കറാണ് ഗോവയ്ക്കൊരു വലിയ മുഖം നൽകിയതെന്നുള്ളതാണ്. അപ്പം ഇപ്പം ഇവർക്ക് തകർച്ചയായി. നമുക്ക് അഴിമതി വിരുദ്ധ പോരാട്ടം, അതാണ് ഈ ചൂലുമായിട്ട് ഇറങ്ങിയവരാണ്. അവർക്ക് അവസാനം അഴിമതിയിൽ മുങ്ങിക്കുളിക്കുന്നത് എന്തൊരു വിരോധാഭാസവും നമ്മളത് കണ്ടതെന്നുള്ളതാണ്. അപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു കേട്ടോ ഡൽഹിയിലുള്ളവർക്ക്. ഡൽഹിയിൽ ഇത് ഒന്ന് വലിയ ക്ലച്ച് പിടിച്ചു വന്നപ്പോഴേ എല്ലാവരുടെയും പ്രതീക്ഷ. സൗജന്യമായിട്ട് വൈദ്യുതി, സൗജന്യമായി ബസ് യാത്ര, സൗജന്യ ബസ് യാത്ര സ്ത്രീകൾക്ക്. അത് ഡൽഹിയിൽ അവർ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞപ്പോൾ, രാജ്യ തലസ്ഥാനം ഡൽഹി എന്ന് പറഞ്ഞാൽ ഹൈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, അതല്ല, ഇന്ത്യയുടെ ഒരു പരിച്ഛേദമാണ് ഡൽഹി. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ആൾക്കാരുണ്ട്. വളരെ ഹൈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരല്ലേ അവിടെ ഉള്ളവർ. അവര് ഇത്തരത്തിലുള്ള, അതുമല്ല ഒരു സാധാരണ ഈ കക്ഷത്തിൽ ഡയറി ഇടുക്കി കിടക്കുന്ന രാഷ്ട്രീയക്കാരൊന്നും അല്ല ആദ്മിയിലുള്ളത്. ആം ആദ്മി നമ്മുടെ അദ്ദേഹം എന്താ നമ്മുടെ ജയിലിൽ കിടന്ന മനീഷ് സിസോദിയ, അരവിന്ദ് കെജ്രിവാൾ അവർ EIT പ്രൊഡക്റ്റ് അല്ലേ കേജ്രിവാള്. അപ്പം ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പഴയ, ഇപ്പം നമുക്ക് അങ്ങനെ ഒരു കൾച്ചറിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരും മാറി വരുന്നുണ്ട്. ഇപ്പം മാത്യു കുഴൽനാടനെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ, കുഴൽനാടനൊക്കെ ഹൈ എഡ്യൂക്കേറ്റഡ് അല്ലേ? അത്തരത്തിലേക്ക് വരണം. ഈ പഴയ ഇതൊക്കെ അങ്ങ് മാറി. ഇപ്പം പിണറായിയോ EP ജയരാജനോ ഒക്കെ പഠിച്ചിരുന്നത് ഏതുവരെയാണെന്നൊക്കെ നമുക്കറിയാം. ആ കാലം പോയി. ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ട് വരിക, അത്തരത്തിൽ കാര്യങ്ങൾ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുക, ഡയറി എടുത്തുകൊണ്ട് നടക്കുന്ന ആ ഒരു രീതിയൊക്കെ അങ്ങ് മാറി എന്നുള്ളതാണ്. അപ്പോൾ ഡൽഹിയിൽ ഈ ആം ആദ്മി പാർട്ടി അത്തരത്തിൽ വന്നപ്പോഴാണ് ജനങ്ങൾക്ക് അവരോടൊരു ആഭിമുഖ്യം തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് അവർ അഴിമതിക്കെതിരെ പോരാടുന്നു. പിന്നെ വലിയ ഉദ്യോഗത്തിലൊക്കെ ഇരുന്നവർ അത് ഉപേക്ഷിച്ചിട്ടാണ് ഇതിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ സർവാത്മന പിന്തുണ കൊടുത്ത് ഇവരെ അങ്ങ് അധികാരത്തിലേറ്റുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ സൗജന്യ പെരുമഴ, തമിഴ്നാട്ടിലെ സൗജന്യ പെരുമഴയ്ക്ക് ശേഷം നമ്മൾ കാണുന്നത് ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ വാരിക്കോരി കൊടുക്കുന്നതാണ്. ഡൽഹിയിൽ അത്രയും വാരിക്കോരി കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഡൽഹിയിൽ കഴിയുന്നവരൊക്കെ തന്നെ നല്ല ഉദ്യോഗം ഒക്കെ ആയിട്ട് കഴിയുന്നവരാണ്. അവരൊന്നും യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള സൗജന്യത്തിൽ വീഴുന്നവരല്ല. തമിഴ്നാട്ടിൽ ഒരുപാട് പാവപ്പെട്ടവരുണ്ട് അല്ലേ?
കഷ്ടപ്പെടുന്നവരുണ്ട്, എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ട്. അവിടെ ചെറിയ ചെറിയ ജോലിയൊക്കെ ആയിട്ട് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണുള്ളത്. അപ്പോൾ അവരെപ്പോഴും ഈ സൗജന്യം, ഇനി പക്ഷേ ഒരു തവണ സൗജന്യം ഇല്ലെന്നുണ്ടെങ്കിൽ അവർ വോട്ട് ചെയ്യാത്ത സ്ഥിതിയിലാകുമെന്ന് എനിക്ക് തോന്നുന്നു. തമിഴ്നാട്ടിൽ ആര് മാറി മാറി വന്നാലും സൗജന്യമല്ലേ കൂടുതലായിട്ടുള്ളത്. അവിടെ പിന്നെ വീട്ടിലുള്ള ആണുങ്ങൾക്ക് ജോലിക്ക് പോകണ്ടെന്ന് തോന്നുന്നു, എല്ലാം വീട്ടിൽ കിട്ടുന്നുണ്ട്. അരി, പിന്നെ വീട്ടിലേക്ക് ആവശ്യമായ മറ്റ് ഉപകരണങ്ങൾ, ടെലിവിഷൻ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, സൈക്കിള്, ലാപ്ടോപ്പ്, ഇനി എന്ത് വേണം? അങ്ങനെ ഒരു അവസ്ഥയിലെത്തി. അപ്പോൾ ഡൽഹിയിൽ ഇത്തരത്തിലൊക്കെ കൊടുത്തു കഴിഞ്ഞാണ് ഇവരുടെ ഒരു, പക്ഷേ ഈ കോൺഗ്രസിനെ അടിച്ച് തൂത്തുവാരി കളഞ്ഞില്ലേ എടുത്ത്. അതെ, കോൺഗ്രസിന് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളായിട്ട് സമ്പൂജ്യരാണെന്നുള്ളതാണ്. കോൺഗ്രസിന് ദയനീയമായ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. എന്നിട്ട് ആ കോൺഗ്രസിനെയാണ് തോളിൽ കൈയിട്ട് ചേർത്ത് നിർത്തി ഇന്ത്യ മുന്നണിക്കകത്ത് പിടിച്ചു നിർത്തിയത്. അതിനകത്ത് പിന്നെ അരവിന്ദ് കേജ്രിവാളിന് വലിയ താല്പര്യമൊന്നും ഇന്ത്യ മുന്നണിയോടില്ലായിരുന്നു. അരവിന്ദ് കേജ്രിവാളും മമതയുമാണ് ഇടഞ്ഞു നിന്നിരുന്നത്. ഇവർക്ക് കാരണം മമതയ്ക്ക് പിന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാനുള്ള താല്പര്യത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഈ കഴിഞ്ഞ ലോക്സഭ അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടിയാണ് ആം ആദ്മിയുടെ പരാജയം സംഭവിച്ചു തുടങ്ങിയത്. പിന്നെ പഞ്ചാബിൽ ഇതിനിടയ്ക്ക് പൊട്ടിത്തെറി ഉണ്ടായി അല്ലേ? ഒരു കാര്യം ആലോചിക്കണം, പഞ്ചാബിലും ആരെയാണ് ഇവർ തൂത്തെറിഞ്ഞത്? കോൺഗ്രസിനെയാണ്. പിന്നെ വലിയ വിജയമല്ലായിരുന്നു ശരിക്കും. ഈ BJP എതിർക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ ഒരു ബി ടീമായിട്ട് വളർന്നു വന്ന പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി എന്ന് പറയാം. പക്ഷെ ആ ആം ആദ്മി പാർട്ടി BJPയെ അല്ല നിലം പരിശാക്കിയത്, മറിച്ച് കോൺഗ്രസിനെയാണ്. ഈ തുടച്ചു നീക്കുക എന്ന് പറയുന്നില്ലേ, അതാണ് ആം ആദ്മി പാർട്ടി കോൺഗ്രസിന്റെ ഒക്കെ ചെയ്തത്. ഡൽഹി ഇല്ലാതാക്കി കളഞ്ഞില്ലേ? എത്ര കാലമായിട്ട് ഡൽഹി ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കോൺഗ്രസ്, അത് മുഴുവൻ തകർത്തെറിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ പക്ഷേ അടുത്ത പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി കയറി വരുമെന്ന് തോന്നുന്നില്ല. അവിടെയും ഏത് തരത്തിലുള്ള സഖ്യമായിരിക്കും വരുന്നതെന്നുള്ളത് അറിയേണ്ട കാര്യമാണ്. പക്ഷേ ഇവിടെ ഇവർക്കിപ്പോൾ ഏറ്റ കനത്ത പരാജയം, നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയം. അരവിന്ദ് കേജ്രിവാൾ ഡൽഹി ജയിലിൽ നിന്ന് ഇറങ്ങി അല്ലേ? അദ്ദേഹം ജയിലിൽ കിടന്ന സമയത്തൊക്കെ പലരും വിചാരിച്ചു വീണ്ടും ആപ്പ് വരുമെന്ന്. അല്ല, അരവിന്ദ് കെജ്രിവാൾ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് വലിയ വെല്ലുവിളി മുഴക്കി. ഒരു കാലത്തും BJPക്ക് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല എന്ന്. പക്ഷെ വീട്ടുകൊട്ടാരം പോലെ ആം ആദ്മി പാർട്ടി തകർന്നടിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മാത്രമല്ല, ഇപ്പോൾ ഡൽഹി മുനിസിപ്പാലിറ്റിയിൽ മുകേഷ് ഗോയലിന്റെ നേതൃത്വത്തിലാണ് 13 കൗൺസിലർമാർ രാജിവെച്ച് ഇന്ദ്രപ്രസ്ഥ വികാസ്. മുകേഷ് ഗോയൽ പിന്നെ നിയമസഭയിൽ മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു. മുൻ കോൺഗ്രസ്സുകാരനാണ് അദ്ദേഹം. ആപ്പിൽ ചേർന്നത്. അതെ, 21-ലാണ് ആപ്പിൽ ചേരുന്നത്. ഇന്ദ്രപ്രസ്ഥ വികാസ് പാർട്ടി എന്നാണ് പുതിയ പാർട്ടിയുടെ പേര്. അവർ അതൊക്കെ പക്ഷേ എത്ര കയറി വരുമെന്നുള്ളത് കണ്ടറിയണം. കാരണം ഇത് ആം ആദ്മി പാർട്ടി തന്നെ ഇപ്പം ഡൽഹിയിലെ പരാജയത്തിന് ശേഷം ഇല്ലാതായി തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പം പഞ്ചാബിൽ ഇതേ ചിത്രമായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത്. ആം ആദ്മി പാർട്ടി അങ്ങനെ ആദ്യം പറഞ്ഞതുപോലെ ഈ വളരും തോറും പിളരുന്ന കാഴ്ച കാണുന്നു. പക്ഷെ പിളരും തോറും വളരുമോ എന്നുള്ള ചോർച്ച. പക്ഷെ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ എവിടെയുണ്ട് ആദ്മി? കേരളത്തിലെ ആദ്മി പാർട്ടി അന്ന് തുടക്ക സമയത്ത് ഒരു ചലനം കോർപ്പറേഷൻ ഇലക്ഷന് പോലും മത്സരിക്കുന്നുണ്ടായിരുന്നു. അന്ന് നമുക്ക് ഇവരെ പെട്ടെന്ന് തിരിച്ചറിയാമല്ലോ, തലയിൽ തൊപ്പിയും വെച്ച് പോകുന്നു. പിന്നെ ചൂലിനൊക്കെ വലിയ ഡിമാൻഡും ഉണ്ടായി എന്നുള്ളതാണ്. ഇപ്പം കേരളത്തിൽ തൊപ്പിയുമില്ല, കേരളത്തിൽ ഘടകമില്ല. ഉയരുന്ന ചോദ്യം അതാണ്, ഈ വളരും തോറും പിളരും, പക്ഷെ പിളരും തോറും വളരുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അതിനുള്ള സാധ്യത കാണുന്നില്ല എന്നുള്ളതാണ്. അതാ പിന്നെ ഇവരിൽ നിന്ന് ഇനി എങ്ങനെ അത് വളർത്തിക്കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള ഒരു കാര്യവും കൂടിയുണ്ട്. ഇപ്പം ഇവർക്കുണ്ടായ ഒരു കനത്ത തോൽവിയാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ വിശ്വാസ്യത തകർന്നു. കാരണം അഴിമതി വിരുദ്ധ മുഖം ആണ് അരവിന്ദ് കെജ്രിവാൾ ജനങ്ങളുടെ മുന്നിൽ വെച്ചത്. അത് പാടെ തകർന്നിരിക്കുകയാണോ? അരവിന്ദ് കെജ്രിവാളും ഇതിൽ നിന്ന് വ്യത്യസ്തനല്ല, ഒരു കൊടിയ അഴിമതിക്കാരനാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. 2 കാര്യങ്ങളാണ് ഇവരെ ഇപ്പോൾ ഈ ഒരു പിളർപ്പിലേക്കൊക്കെ പോയിരിക്കുന്നത്. ഒന്ന്, അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു പോയി അരവിന്ദ് കെജ്രിവാൾ, ജയിലിലും കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്ന് ഡൽഹിയിലേറ്റ കനത്ത പരാജയം. ഇത് പിളർപ്പിലേക്ക് പോകും തോറും നേരത്തെ പ്രശാന്ത് പറഞ്ഞതുപോലെ വളരുന്നില്ല, ഇത് തളർന്ന് പോകുന്ന
ഒരവസ്ഥയിലാണ് കാര്യം കാണുന്നത്. ഇനിയിപ്പോൾ പഞ്ചാബിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടത്തേക്കുള്ള ചിത്രം ഇത്തരത്തിലായിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.